വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പ്ലാസ്റ്റിക് പൂവുകൾ അവിടെ പ്ലാസ്റ്റിക് പൂ ഉണ്ടോ? പ്ലാസ്റ്റിക് പൂവുണ്ട്, അതൊരു ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റേ ഇതുണ്ടാവില്ലേ, ഇത് മറ്റേ ഓടുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം പേരും പറഞ്ഞു. ഇത് മറ്റേ എന്താ പ്ലാസ്റ്റിക് ഫ്ലവർ ആണത്. പ്ലാസ്റ്റിക് ഫ്ലവർ അടിപൊളി. അതൊരു സ്റ്റൈലിന് വേണ്ടിട്ട് കുത്തിച്ചിരിക്കണത്. അത് വീട്ടിലൊക്കെ കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഷോക്കേഴ്സിലൊക്കെ ഫ്ലവർ ബോക്സ് അല്ല ഫ്ലവർ ചട്ടി അല്ലേ? ഞാൻ പറഞ്ഞ ഈ സാധനത്തിന് കാര്യം പറഞ്ഞേ. ഇതാണ് തൃക്കാക്കരപ്പൻ. അതിന് അടുക്ക് സൈഡിലോട്ട് കുത്തിവെക്കണ ആ പൂവ് അല്ല, പ്ലാസ്റ്റിക് പൂവ്. ഇതിന്റെ മുകളിൽ അല്ലേ? തൃക്കാക്കരപ്പന്റെ മുകളിൽ ഈ സാധനത്തിന്റെ സൈഡിൽ പ്ലാസ്റ്റിക് പൂ രണ്ട് സൈഡിലായിട്ട് കാണാൻ ഒരു ഷോക്ക് വേണ്ടിട്ട്. ഇതെന്ത് പൂവാണത്? സൂര്യകാന്തിയാണോ? അറിയില്ല. കൊള്ളാം. സൂര്യകാന്തി പോലത്തെ പൂവല്ലേ? അതെ. 9 അത് എന്ത് പോയത്? അതെല്ലേ? അങ്ങനെ അടിപൊളിയാണ്. ഇത് ആദ്യമായിട്ട് കാണട്ടെ പൂ. അടിപൊളി. അതെ ചോദിച്ചത്, ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചത്. അതെ അല്ലേ? ആസ്ട്രോ. ഓക്കെ ഓക്കെ. റോസാപ്പൂ ഉണ്ടോ? റോസാപ്പൂക്കൾ. അപ്പൊ ഈ പൂക്കളുകളെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാം ഇപ്പൊ വൈകുന്നേരം 5:45 ആലോചിച്ച് ഈ സമയത്ത് പൂക്കളുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞ തന്നെ പറയുകയാണെന്ന് വിചാരിക്കണ്ട. കാരണം എന്താണെങ്കിലും ഉത്രാടം ആണെന്ന്, നാളെ തിരുവോണാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൂക്കളം ഒരുക്കണമെങ്കിൽ അത്രയധികം പൂവിട്ട് നാളെ ആഘോഷമാണ്. നാളെ നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് നമ്മള്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കളർഫുൾ ആവണം പൂക്കളം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ആൾക്കാർ മേടിച്ചുകൊണ്ട് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് രാവിലെ ഈ സമയത്ത് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ 5:45 നമ്മള് വടക്കുന്നാഥന്റെ മുന്നിലെത്തി. നല്ല കളർഫുൾ ഇപ്പൊ ഏത് കളർ പൂവാണെങ്കിലും നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ വന്നാൽ മതി. ഇതും അതുപോലെ തന്നെ എല്ലാവരും അടിപൊളി. കുറെ കളർ വലിയ സ്റ്റാളാണൊക്കെ വന്നിരിക്കുന്നത് അല്ലേ? അടിപൊളി, സൂപ്പറാണ്. അപ്പൊ നമ്മള് കളർ കാണാത്ത കളർ പോലുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. 2 ഷെയ്ഡ് വരുന്ന പൂക്കള്. അങ്ങനെ എന്തോരം പൂക്കളെന്നറിയോ? അപ്പൊ എന്തായാലും അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.